കൊല്ലം ജില്ലയുടെ പ്രധാന വിനോദസഞ്ചാര ആകർഷണമായ അഷ്ടമുടിക്കായൽ പ്രതാപകാലം കൈവിടുന്നുവെന്ന സങ്കടകരമായ വാർത്ത. മാലിന്യവും കയ്യേറ്റവും കായലിന്റെ സ്വാഭാവികത തന്നെ തകർത്തു കളഞ്ഞു. അഷ്ടമുടിക്കായലിന് ഇന്ന് പറയാനുള്ളത് രോഗമൊഴുകുന്ന കഥ മാത്രമാണ്. രോഗങ്ങളുടെ കേന്ദ്രമായിട്ട് ഈ പുഴ മാറിക്കഴിഞ്ഞു. അഷ്ടമുടി കായലാണത്. റാട്ടുകൾ എന്നും അധ്വാന ശക്തി തൻ പാട്ടുപാടുന്നതും കേൾക്കാം എന്ന് തിന്നല്ലൂർ കണ്ണാനെ കൊണ്ട് പറയിച്ച അതേ അഷ്ടമുടി കായലിന്റെ ദയനീയമായ ചിത്രം വരച്ചിടുന്നു. മുടിയെട്ടും കോർത്തു കെട്ടി വിരൽ നൂറാൽ കാറ്റൊതുക്കി വിരിഞ്ഞങ്ങനെ തിരിഞ്ഞങ്ങനെ കിടക്കുന്നോള് എൻ്റെ തുഴത്തണ്ടിൽ താളമിട്ട് തുടിക്കുന്നോള്. ലോകത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായ ജലാശയങ്ങളിൽ ഒന്നാണ് നമ്മുടെ അഷ്ടമുടിക്കായൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആലങ്കാരികമായി പറയാറുള്ളത് അഷ്ടമുടിക്കായൽ തൊടുക എന്ന് പറഞ്ഞാൽ ലോകത്തെ തൊടുക എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ്. കവിത പോലൊരു കായൽ, പല നാളുകളിൽ പല ചരിത്രങ്ങൾ ഉരുത്തിരിഞ്ഞ അഴകുള്ള അഷ്ടമുടി. കരടികളിക്കും സീതകളിക്കും അരങ്ങൊരുക്കിയ കായൽ തീരം. വയലാറിന്റെ വരികൾക്ക് ദേവരാജൻ മാസ്റ്റർ ഈണം പകർന്ന ഓളങ്ങൾ. അങ്ങനെ നീളുന്നു അഷ്ടമുടിക്കായലിന്റെ പ്രൗഢി. തെളിനീരൊഴുക്കിയിരുന്ന കായലോരങ്ങൾ ഇന്ന് മാലിന്യവാഹകരാണ്. മീൻ പരതി കൊക്കിലാക്കി പറന്നിരുന്ന പക്ഷികൾ പ്ലാസ്റ്റിക്കും തെർമോക്കോളും ആഹാരമാക്കുന്നു. കോടികൾ ചെലവഴിച്ച ശുദ്ധീകരണ പദ്ധതികൾ മാലിന്യം മൂടി അടഞ്ഞു. ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി. നടപടികൾ വാക്കിൽ മാത്രം ഒതുങ്ങി. ഹോസ്പിറ്റൽ വേസ്റ്റ്, കശാപ്പശാലയിൽ നിന്നുള്ള വേസ്റ്റ്, അങ്ങനെയുള്ള ഒരുപാട് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. ഏറ്റവും സുന്ദരമായിട്ട് സൂക്ഷിക്കാവുന്ന ഒരു സ്ഥലമാണ്. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഹൗസ് ബോട്ടുകളിലും ഈ റിസോർട്ടുകളിലും ഒക്കെ ഇരുന്ന് വെള്ളം കുടിക്കുന്നവർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാനീയം കഴിക്കുന്നവർ അവശേഷിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ കായലിലേക്ക് എറിയുകയാണ്. അവിടെ പ്ലാസ്റ്റിക് കുപ്പികളുടെ ഒരു തുരുത്തുകളുണ്ടാവുകയാണ്. നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. എന്ത് വലിച്ചെറിയാൻ അനുയോജ്യമായൊരിടം, മലിനജലം ഒഴുക്കിവിടാൻ തടസ്സമില്ലാത്ത ഇടം. ജില്ലയിലെ ഏറ്റവും ആഴവും നീളവുമേറിയ മാലിന്യ ടാങ്കായി അഷ്ടമുടിക്കായൽ മാറി. പരസ്പരം പഴിചാരുന്ന ഭരണസമിതികളിൽ നിന്ന് വേണ്ടത് ക്രിയാത്മക പ്രവർത്തനമാണ്. ജനങ്ങൾ പാലിക്കേണ്ടത് സാമാന്യ മര്യാദയും. ഇവർക്ക് കുളിക്കാൻ നല്ല വെള്ളം കിട്ടുമോ? ഇവർക്ക് ജീവിക്കാൻ നല്ലൊരു സന്ദർഭം കായൽ ഇവർക്ക് ഉണ്ടാകുമോ? ഇത് അഷ്ടമുടിക്കായലിൻ്റെ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജലാശയങ്ങളുടെയും പ്രശ്നമാണ്. പുതിയ തലമുറ കുരുന്നുകൾക്ക് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ സമരം ചെയ്യേണ്ടതായിട്ട് ഉള്ളത്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യ ഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.